ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മളിൽ പലർക്കും വളരെയധികം പ്രിയപ്പെട്ട നമ്മൾ ബീച്ച് സൈഡിൽ നിന്നൊക്കെ മിക്കവാറും പേര് വാങ്ങി കഴിക്കുന്ന നിലക്കടല ചാട്ടാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പീനട്ട് മസാല ചാറ്റാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് എടുക്കാം. വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നിലക്കടലയാണ്. കപ്പലണ്ടി പച്ച നിലക്കടലയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവിലുണ്ട്. അതൊരു ബോളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ഈ നിലക്കടലയിലേക്കും ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് 1-2 തവണ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ നിലക്കടല നന്നായിട്ട് ഞാനിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ നിലക്കടല വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നിലക്കടല ചേർക്കാം. ഇനി ഇത് വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി 2 കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം വെക്കുന്നത്. ഈ ഒരു സമയം തന്നെ നമുക്ക് നിലക്കടലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 3 വിസിൽ വരട്ടെ. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ തന്നെ തുറക്കാൻ വേണ്ടി നിൽക്കേണ്ട. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ട് നമുക്ക് തുറക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ നിലക്കടലെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ വേവിച്ചിട്ട് ഇങ്ങനെ കഴിക്കാനും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതുവരെ ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു തുടങ്ങാം. ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് മാറ്റാവുന്നതാണ്. വേവിച്ചെടുത്ത നിലക്കടല നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. കൂടെ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. മീഡിയം സൈസ് സവാളയിൽ 1 സവാള ഉണ്ട്. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി അളവിൽ മതിയാവും. ഇതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും കൂടി, മീഡിയം സൈസ് ക്യാരറ്റിൽ 1 ക്യാരറ്റും കൂടി ചേർക്കാം. ഇനി വേണ്ടത് തക്കാളിയാണ്. 1 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുള്ളിലുള്ള ഒരു വിത്തൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എരിവ് കുറവായിട്ടിരിക്കും. ഇതിനോടൊപ്പം തന്നെ ഒരല്പം മല്ലിയിലയും കൂടി. ചിലർക്കെങ്കിലും മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൊടികൾ ചേർക്കാവുന്നതാണ്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. കശ്മീരി ചില്ലി പൗഡറാണ്. ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. നന്നായിട്ട് എരിവ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി. ഇനി ഒരല്പം ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഗരം മസാല ഒരുപാട് കൂടണ്ട. ഞാനിപ്പോൾ ഒരു 2 പിഞ്ച് അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ചേർത്തേക്കണം. പിന്നെ വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടിയാണ്. ഈ നാരങ്ങ നീര് ചേർക്കുന്നത് നമ്മുടെ പുളിക്ക് അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും എക്സ്ട്രാ പിന്നീട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചേരുവകളും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ നമ്മുടെ മസാലകളും അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാം നല്ല രീതിക്ക് തന്നെ യോജിച്ച് കിട്ടണം. ഏകദേശം ഒരു 2-3 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. എങ്ങാനും പുളി കുറവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നാരങ്ങ നീര് ചേർക്കാം. ഉപ്പ് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് മസാല ചാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ നിലക്കടലയുടെ ആ ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടാവും. അതിലും കൂടുതൽ ചൂട് വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് ഒന്ന് ആവിയിൽ നമുക്കൊന്ന് എടുക്കാവുന്നതാണ്. ആവിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കി കഴിക്കാം. അതായത് ചിലർക്ക് ചൂടോട് കഴിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് ഈ ഒരു ചെറിയ തണുപ്പോട് കൂടി തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ രുചികരമായിട്ടാണ് നമുക്ക് ഈ ചാട്ട് മസാല കിട്ടുന്നത്. ഉറപ്പായിട്ടും നിങ്ങളെ വീട്ടിൽ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.